പ്രിയമുള്ളവരെ, സർക്യൂട്ടിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് ഞാനും എൻ്റെ മകനും കൂടി 4 ദിവസത്തെ ഒരു മലേഷ്യൻ യാത്ര ചെയ്തതാണ്. കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും എയർ ഏഷ്യ വിമാനത്തിലായിരുന്നു ഞങ്ങൾ കോലാലംപൂരിലേക്ക് യാത്ര തിരിച്ചത്. യാത്രക്ക് ഞങ്ങൾ തിരഞ്ഞെടുത്തത് അൽ ഹിന്ദ് ഹോളിഡേ പാക്കേജാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 41 പേരുണ്ടായിരുന്നു ഞങ്ങളടക്കം. യാത്രയിൽ പറയത്തക്ക യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ ഞങ്ങൾ അങ്ങനെ മലേഷ്യയിലെത്തി ആദ്യമായി ഞങ്ങൾ കാണാൻ പോയത് കോലാലംപൂർ ടവറായിരുന്നു. KL ടവർ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. 451 മീറ്ററാണ് അതിൻ്റെ ഉയരം. ഈ ടവറിൻ്റെ ടോപ്പിൽ നിന്നാൽ കോലാലംപൂർ ടൗൺ പരിപൂർണമായി നമുക്ക് കാണാൻ സാധിക്കും. ടോപ്പിലെ ഒരു ഫ്ലോറ് 360 ഡിഗ്രിയിൽ വളരെ സ്ലോവായി കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഇതിൽ ടോപ്പിലേക്ക് കയറി കോലാലംപൂർ ടൗൺ പൂർണ്ണമായി കണ്ടു. ഞങ്ങൾ കണ്ട കാഴ്ചകളിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു ടീൻ ഹോയ് ടെമ്പിൾ, അതുപോലെ ബത്യുക്യു മുരുകൻ ടെമ്പിൾ. ഒരു വലിയ പാറയുടെ ഉള്ളിലായിരുന്നു ഈ ക്ഷേത്രം. ഒരു വലിയ പാറ, അതിൻ്റെ ഉള്ളിൽ ആണ് ഈ അമ്പലവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അനവധി ആളുകൾ, വിവിധ രാജ്യക്കാർ, ഒട്ടനവധി ദേശക്കാർ എല്ലാവരും കാഴ്ചക്കാരായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഒരു വെള്ളിയാഴ്ച ഞങ്ങൾ മലേഷ്യയിൽ ചിലവഴിച്ചു. അന്ന് മലേഷ്യൻ ഗ്രാൻഡ് മോസ്കിൽ നിന്ന് ഞങ്ങൾ ജുമാ നമസ്കാരം നിർവഹിച്ചു. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ മലേഷ്യയിൽ പലതരത്തിലുള്ള സ്ട്രീറ്റ് ഫുഡ് കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. വിൽപ്പനക്കാരെല്ലാവരും സ്ത്രീകളായിരുന്നു, അതും മലേഷ്യൻ സ്ത്രീകൾ. പിന്നീട് ഞങ്ങൾ കണ്ടത് കോലാലംപൂരിലെ ഏറ്റവും പ്രസിദ്ധമായ പെട്രോണസ് ടിൻ ടവറായിരുന്നു. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഇരട്ട ഗോപുരങ്ങളിൽ ഒന്നായിരുന്നു ഈ പെട്രോണസ് ടവർ. നമ്മുടെ നാട്ടിലെ പോലെയുള്ള കാലാവസ്ഥയാണ് മലേഷ്യയിൽ. ഇടയ്ക്കിടയ്ക്ക് ചെറിയ മഴ ലഭിക്കുമായിരുന്നു. വളരെ നല്ല റോഡുകളും പാലങ്ങളും സിഗ്നലുകൾ വളരെ അപൂർവമായിരുന്നു. എവിടെ നോക്കിയാലും പച്ചപ്പ്. എന്നാൽ എല്ലാ റോഡുകൾക്കെല്ലാം ടോൾ ഗേറ്റ് ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട റോഡിലേക്ക് കടക്കണമെങ്കിൽ ടോൾ കൊടുക്കേണ്ടി വരും. കോലാലംപൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് മലേഷ്യയിലെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്ര കേബിൾ കാർ യാത്രയായിരുന്നു. ഗെൻഡിങ് ഐലാൻഡ് എന്ന സ്ഥലത്തായിരുന്നു ഈ കേബിൾ കാർ. കിലോമീറ്ററുകളോളം കേബിൾ കാറിൽ യാത്ര ചെയ്യാം. കാലാവസ്ഥ മാറി വരുന്നത് നമ്മൾ നേരിട്ട് അനുഭവിച്ചു. പറഞ്ഞറിയിക്കാനാകാത്ത ഒരു അനുഭൂതിയാണ് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകിയത്. കേബിൾ കാർ കയറി ഇറങ്ങുന്നത് വലിയൊരു ഷോപ്പിംഗ് മാളിലേക്കാണ്. ആകർഷകങ്ങളായ ഒട്ടനവധി കാഴ്ചകൾ ഇവിടെ കാണാൻ സാധിച്ചു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് നല്ല അനുഭവങ്ങൾ ലഭിച്ചുകൊണ്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചത്.